ഹലോ എവ്രിവൺ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വലിയ ഉള്ളി അല്ലെങ്കിൽ സവാളയ്ക്ക് നമ്മൾ എന്താണ് പറയുക? അനിയൻ. അങ്ങനെയാണെങ്കിൽ ചെറിയ ഉള്ളിക്ക് സ്മോൾ അനിയൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ ഉള്ളിക്ക് ഇംഗ്ലീഷിൽ എന്താണ് പറയുക? അതേപോലെ തന്നെ ജീരകമില്ലേ, ഈ ചെറിയ ജീരകത്തിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ക്യുമിൻ സീഡ് എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയ ജീരകത്തിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കാറില്ലേ, നിങ്ങളുടെ ജോലി എന്താണെന്ന് ചോദിക്കാറില്ലേ? അതെങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇംഗ്ലീഷിൽ ചോദിക്കാറുള്ളത്? വാട്ട് ആർ യു ഡൂയിങ് എന്നായിരിക്കും പല ആൾക്കാരും ചോദിക്കുക. പക്ഷേ അത് തെറ്റാണ്. പിന്നെ എങ്ങനെയാണ് ഇത് ചോദിക്കുക? അതും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചോദിക്കാറില്ലേ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നല്ലേ? അപ്പോൾ നമ്മൾ പറയാറില്ലേ, ഐ ആം കമ്മിങ് ഫ്രം കൊച്ചി, ഐ ആം കമ്മിങ് ഫ്രം കോഴിക്കോട്, എങ്ങനെ പറയാറില്ലേ? പക്ഷേ ഇങ്ങനെ പറയുന്നതും തെറ്റാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എങ്ങനെയാ പറയാൻ നോക്കാം. ഇംഗ്ലീഷ് നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നിർഭയമായി ഒരുമിച്ച് സംസാരിക്കാം. No fear, no hesitation, just pure English power. Let's dive in. I'm Angelina and you're watching Angelina Talks. Okay, first നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് സാധാരണ പറയാറുള്ളത്? Where are you coming from എന്നായിരിക്കും അല്ലേ? പക്ഷേ ഇങ്ങനെ പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേർ ആർ യു കമ്മിങ് ഫ്രമിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ്. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ സ്കൂളിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് വീട് തന്നെ ആണെന്നില്ലല്ലോ, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മൾ പറയുക? വേ ആർ യു ഫ്രം. ഇനി ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ആദ്യം നമ്മൾ വേ ആർ യു എന്നുള്ളതിനെ വേ യു എന്നാക്കുക. അതായത് വേയും വേറും യുവും കൂടി ചേർക്കുക. അപ്പോൾ വേ യു. പിന്നെ ഫ്രം അല്ല, ഫം ആണ്. ആറിന് അധികം സ്ട്രെസ് ചെയ്യേണ്ട, ഫം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ വേ യു ഫ്രം. എൻ്റെ കൂടെ ഒരുമിച്ച് പറയൂ, വേ യു ഫ്രം. ഓക്കെ, ഇനി ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് പറയുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയാറുള്ളത്? ഐ ആം കമ്മിങ് ഫ്രം ബാംഗ്ലൂര്, ഐ ആം കമ്മിങ് ഫ്രം കൊച്ചി, ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? പക്ഷേ ഇങ്ങനെ പറയുന്നത് തെറ്റാണ്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മളോട് അമ്മ ചോദിക്കുകയാണ്, നീ ഇപ്പോൾ എവിടെയാണുള്ളത്? അപ്പോൾ നമ്മൾ പറയും, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഐ ആം കമ്മിങ് ഫ്രം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ശരിക്കും എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇത് ശരിക്കും പറയുന്ന രീതിയാണ് ഐ ആം ഫ്രം ബാംഗ്ലൂർ. ഇപ്പോൾ ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ മതി. ഐ ആം ഫ്രം ചെന്നൈ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട്? ഇത് ആക്ച്വലി എഴുതുമ്പോൾ നമ്മൾ പറയുന്നത് ഐ ആം ഫ്രം ബാംഗ്ലൂർ അങ്ങനെയായിരിക്കും. പക്ഷേ ഇത് കറക്റ്റായിട്ട് പ്രനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറയാം അയാമ് എന്നുള്ളതിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അന്ന് ചെറിയ കുട്ടികൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ അന്ന് പറയില്ലേ, ആ ഇവിടെ എടുക്കുക. പിന്നെ ഫ്രം അല്ല, ഫെം ആണ്. ആറിനെ അധികം സ്ട്രെസ് ചെയ്യേണ്ട, ഫെം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്താണ്? ആം ഫ്രം. പിന്നെ നിങ്ങളുടെ സ്ഥലം പറയുക. ഇപ്പോൾ ആം ഫ്രം ബാംഗ്ലൂർ. ചെന്നൈ ആണെങ്കിൽ ആം ഫ്രം ചെന്നൈ. കൊച്ചിനാണെങ്കിൽ ആം ഫ്രം കൊച്ചിൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം. ഓക്കെ, വേ യു ഫ്രം. ഇപ്പം നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെങ്കിൽ പറയുക. ഓക്കെ, വെരി ഗുഡ്. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളോട് ഇതിൻ്റെ ആൻസർ പറയണം. ഓക്കെ, ഐ ആം ഫ്രം ബാംഗ്ലൂർ. അപ്പോൾ നിങ്ങൾ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധാരണ എന്താണ് നമ്മൾ ചോദിക്കാറുള്ളത്? വാട്ട് ആർ യു ഡൂയിങ് എന്നായിരിക്കും അല്ലേ? പക്ഷേ ഈ വാട്ട് ആർ യു ഡൂയിങ്ങിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ നിങ്ങൾ ടി വി കാണുകയാണെങ്കിൽ ഐ എം വാച്ചിങ് ടി വി. ഇപ്പോൾ ചിലപ്പോൾ ബുക്ക് വായിക്കുമായിരിക്കും, ഐ എം റീഡിങ് ബുക്ക്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനാണ് നമ്മൾ പറയുന്നത്
വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപജീവനത്തിന് ശരിക്കും എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ജോലി എന്താണെന്ന്. ഇതെങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ what you do for living, what you do for living. ആക്ച്വലി ഇത് എഴുതുമ്പോൾ വാട്ട് ഡു യു ഡു ഫോർ ലിവിങ് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ what you do for living. ഇനി ഞാനിത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് പറഞ്ഞു തരട്ടെ. ആദ്യം നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ചില്ലേ, ആ വാച്ച് ആലോചിക്കുക. അതിനെ വാച്ച് യു, അതായത് വാട്ടും യുവും കൂടി ആക്കുമ്പോൾ വാട്ട് എന്നല്ല വാച്ച് എന്നാണ്. വാട്ടും യുവും കൂടി ചേർത്ത് പറയാം. അപ്പോൾ വാച്ച് യു. പിന്നെ ഡു ഫോർ ലിവിങ്, ഡു ഫോർ ലിവിങ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? വാട്ട് യു ഡു ഫോർ ലിവിങ്. എൻ്റെ കൂടെ ഉറക്കം പറയൂ, വാട്ട് യു ഡു ഫോർ ലിവിങ്. ഇനി ഞാനൊരു ഡ്രൈവറാണ്. ഇപ്പം നിങ്ങളൊരു ഡ്രൈവറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ഇതിൻ്റെ ആൻസർ പറയണ്ടേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പറയുക? ഐ ആം എ ഡ്രൈവർ. എന്താണ്? ഐ ആം എ ഡ്രൈവർ. ഇതിലെ ഐ ആം എ ഡ്രൈവർ എന്ന് പറയാൻ ഐ ആം എ എന്നുള്ളതിന് ആമെന്ന് പറയുക. പിന്നെ നിങ്ങളുടെ ജോലി ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവർ. അപ്പോൾ ഐ ആം എ ഡ്രൈവർ. ഇപ്പോൾ ടീച്ചർ ആണെങ്കിൽ ഐ ആം എ ടീച്ചർ എന്ന് പറയാം. ഐ ആം എ എന്നുള്ളതിന് ആമേ എന്ന് പറയും. ടീച്ചർ അല്ല, ടീച്ചറാണ്. ടായ് ആണ് കേട്ടോ, ടായ് അല്ല, ടീച്ചറാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ ആം എ ടീച്ചർ. ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് മാൻ ആണ്. അപ്പോൾ അതിനെങ്ങനെയാണ് പറയുക? ഐ ആം എ ബിസിനസ് മാൻ. ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളിപ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം, നിങ്ങൾ പറയണം. നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെന്നാണ് പറയേണ്ടത്. ഓക്കെ, ഞാൻ ചോദിക്കാൻ പോവാണ്, വാട്ട് യു ഡു ഫോർ ലിവിങ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഐ ആം എ ബിസിനസ് മാൻ എന്നാണ്. നിങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമില്ലേ, നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു നമ്മൾ യൂസ് ചെയ്യാറുണ്ടായിരുന്നത്? വാട്ട് ആർ യു ഡൂയിങ്. ആക്ച്വലി ഈ വാട്ട് ആർ യു ഡൂയിങ് വരെ എങ്ങനെയാണ് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ആദ്യം വാട്ടല്ല വാട്ട്, വാട്ടാണ് കേട്ടോ, വാട്ടല്ല വോട്ട്. പിന്നെ ആർ യു എന്നുള്ളതിന് ആർ യു അല്ല ആർ യു. വാട്ട് ആർ യു. ഇപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയില്ലേ വട്ടായോ എന്നൊക്കെ ചോദിക്കില്ലേ, അതുപോലെ വാട്ട് ആർ യു, വാട്ട് ആർ യു. പിന്നെ ഡൂയിങ് അല്ല ഡൂയിൻ ആണ്. ഓക്കെ, ഡൂയിങ് അല്ല ഡൂയിൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് പറയുക? വാട്ട് ആർ യു ഡൂയിങ്. എൻ്റെ കൂടെ ഉറക്കം പറയൂ, വാട്ട് ആർ യു ഡൂയിങ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് പോലെയല്ല ഇത് എഴുതുക. സ്പെല്ലിംഗ് വേറെയാണ്, നമ്മളിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരാൾ നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും മറുപടി പറയാ? ഇപ്പം നിങ്ങൾ ടി വി കാണുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ ആം വാച്ചിങ് ടി വി. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വാച്ചിങ് ആണ് വരിക. ടി വിക്ക് എപ്പോഴും വാച്ചിങ് ആണ് വരിക, സീയിങ് ടി വി എന്ന് പറയില്ല. ചില ആൾക്കാർ ഇങ്ങനെ സീയിങ് ടി വി എന്ന് പറയാറുണ്ട്, പക്ഷേ സീയിങ് തെറ്റാണ്, വാച്ചിങ് ടി വി ആണ് കറക്റ്റ്. ഇപ്പോൾ സീ എന്ന് പറഞ്ഞാലും വാച്ച് എന്ന് പറഞ്ഞാലും അർത്ഥം കാണുക എന്നാണ്. പക്ഷേ ടി വിയുടെ കൂടെ എപ്പോഴും നമ്മൾ വാച്ചേ യൂസ് ചെയ്യാവുള്ളൂ. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഓർത്തിരിക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള വേ പറഞ്ഞുതരാം. നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ടി വി മനസ്സിൽ കാണാൻ. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിൽ കാണണം കേട്ടോ, കേട്ടാൽ പോരാ, മനസ്സിൽ കാണണം. ഒരു വലിയ ടി വി നിങ്ങളുടെ വീട്ടിലുള്ളത് കാണാം. അവിടെ ആ ഒരു ടി വിൻ്റെ ചുറ്റും ഒരു വലിയ കയ്യിലൊക്കെ കെട്ടുന്ന വാച്ചില്ലേ, ആ വാച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ടി വിയുടെ ചുറ്റും വാച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ടി വിയുടെ ചുറ്റും വാച്ച് കെട്ടി വെച്ചിട്ട് നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രസകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിൽ കാണണം, കേൾക്കുകയല്ല വേണ്ടത്. ഒരു സിനിമ കാണുന്ന പോലെ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾ മനസ്സിൽ കാണണം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മറന്നുമില്ല. അപ്പോൾ ടി വിയുടെ ചുറ്റും എന്താണ്? വാച്ച് കെട്ടി വെച്ചിട്ട് നമ്മൾ ടി വി കാണുകയാണ്. അപ്പോൾ ടി വി കാണുക എന്നതിന് എന്തായിരിക്കും യൂസ് ചെയ്യുക? എപ്പോഴും വാച്ചാണ് യൂസ് ചെയ്യുക. സീയിങ് പറ്റുമോ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ ആം വാച്ചിങ് ടി വി. അപ്പോൾ കീറിക്കളയുക എന്നുള്ളതിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? അപ്പം നിങ്ങൾ ഒരു വലിയ വണ്ടിയിലൊക്കെയുള്ള ടയർ നിങ്ങൾ മനസ്സിൽ കാണുക. ആ ടയറിനെ നമ്മളിങ്ങനെ വലിച്ച് കീറുകയാണ്. അപ്പോൾ ആ ടയർ എന്നുള്ളതിനെ ടയറിനാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ടയർ എന്ന് വെച്ചാൽ കീറിക്കളയുക എന്നുള്ളതിനാണ് നമ്മൾ ടയർ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ കീറുന്നത്? ടയറിനെ. അപ്പോൾ എങ്ങനെയാണ് പറയുക? ടയർ. അതേപോലെ തന്നെ കണ്ണുനീർ തുള്ളിക്കും നമ്മളിങ്ങനെ ടിയർ എന്നാണ് പറയുക. പക്ഷേ ഇതിൻ്റെ രണ്ടും സ്പെല്ലിംഗ് സെയിം ആണ്, TEAR ആണ്.
ഇതിന്റെ പ്രൊനൗൺസിയേഷൻ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. കീറിക്കളയുക എന്നുള്ളതിന് ടെയറും കണ്ണുനീർ തുള്ളിക്ക് ടീയേഴ്സുമാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്ക് പല കാര്യങ്ങളും രസകരമായിട്ട് മനസ്സിൽ ആലോചിച്ച് വെക്കാം. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഓർത്ത് കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ വിജയുടെ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നോ, വലിയ ഉള്ളിക്ക് നമ്മൾ എന്താണ് പറയുക? അനിയൻ അല്ലേ? സാധാരണ നമ്മൾ പറയാറുള്ളത് ഒണിയൻ എന്നാണ്, പക്ഷേ ഇത് ശരിക്കും പറയുന്നത് അനിയൻ എന്നാണ്. ഇപ്പൊ ജ്യേഷ്ഠൻ അനിയൻ എന്ന് പറയില്ലേ, അങ്ങനെ അനിയൻ എന്നാണ് വലിയ ഉള്ളിക്ക് നമ്മൾ പറയാം. അതേപോലെ തന്നെ എന്നാൽ ചെറിയ ഉള്ളിക്ക് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ചെറിയ ഉള്ളിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഷാലറ്റ്. ചെറിയ ഉള്ളിക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുക? ഷാലറ്റ്. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള വേ പറഞ്ഞുതരാം. ഷാളില്ലേ, പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഷാൾ ഇടില്ലേ കഴുത്തിൽ, ആ ഷാളിന് നിങ്ങൾ ആലോചിക്കുക. ആ ഷാളിൽ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ടിട്ട് കൊണ്ടുപോവാണ്. ഷാളിലിട്ടിട്ട് ചെറിയ ഉള്ളി കൊണ്ടുപോവാണ്. അപ്പോൾ ഷാളിൽ ഇട്ട് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഷാലറ്റ്. ഷാളിൽ ഇട്ട്, അപ്പോൾ ഷാലറ്റ്. എന്തിലാണ് ചെറിയ ഉള്ളി ഇട്ടത്? ഷാളിലും. അപ്പോൾ എങ്ങനെയാണ്? ഷാലറ്റ്. അപ്പോൾ വലിയ ഉള്ളിക്ക് നമ്മൾ എന്താണ് പറയുക? അനിയൻ. അങ്ങനെയാണെങ്കിൽ ചെറിയ ഉള്ളിക്ക് ഷാലറ്റ്. അതേപോലെ തന്നെ നമ്മൾ വേറെ ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജീരകം അല്ലേ, ചെറിയ ജീരകം. ഈ ചെറിയ ജീരകത്തിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ക്യൂമിൻ സീഡ് എന്നാണ് നമ്മൾ ചെറിയ ജീരകത്തിന് ഇംഗ്ലീഷിൽ പറയുക. ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കൂമൻ എന്ന് പറയില്ലേ, നമ്മൾ രാത്രിയൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കൂമൻ, നാട്ടിൻപുറത്തൊക്കെ അങ്ങനെയാണ് പറയുക. അപ്പോൾ അത് ഇങ്ങനെ ജീരകം, ചെറിയ ജീരകം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ക്യൂമൻ സീഡ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ എന്താണ് പറയുക? ചെറിയ ജീരകത്തിന് ക്യൂമൻ സീഡ്. ഓക്കെ, എന്നാൽ വലിയ ജീരകത്തിന് നമ്മൾ എന്താണ് പറയുക? വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം. അതിനെന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ഓർത്തിരിക്കുക നിങ്ങൾ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും ഫാൻ ഉണ്ടാവില്ലേ, മുകളിൽ ഇങ്ങനെ കറങ്ങുന്ന ഫാൻ. ആ ഫാന് നിങ്ങൾ ആലോചിക്കുക. ആ ഫാനിൽ ഇങ്ങനെ ജീരകം, വലിയ ജീരകം ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഫാനിൽ എന്താണുള്ളത്? വലിയ ജീരകം അല്ലെങ്കിൽ പെരുംജീരകം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫാനിൽ ഉള്ളതിനെ ഫെനൽ എന്നാക്കാം. അപ്പോൾ വലിയ ജീരകത്തിന് നമ്മൾ എന്താണ് പറയുക? ഫെനൽ സീഡ്സ്. ഓക്കെ, അപ്പോൾ ചെറിയ ജീരകത്തിനോ? ക്യൂമിൻ സീഡ്സ്. വലിയ ജീരകത്തിന് ഫെനൽ സീഡ്സ്. പ്രത്യേകം ഓർക്കുക, ഫാനിൽ വലിയ ജീരകമാണ് കേട്ടോ കെട്ടി തൂക്കിയിട്ടുള്ളത്, ചെറുതല്ല വലുതാണ്. എന്നാലേ വലിയ ജീരകത്തിന് ഫെനൽ സീഡ്സ് എന്ന് പറയും, നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് മനസ്സിൽ കാണുകയാണെങ്കിലും നമ്മൾ വലുതായിട്ട് ആലോചിക്കുക, രസകരമായിട്ട് ആലോചിക്കുക. അത്ര വലിയ ജീരകം ഇല്ലെങ്കിലും നമ്മൾ വലുതായിട്ട് ആലോചിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഏതൊക്കെ വാക്കുകളായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യം എന്തായിരുന്നു പഠിച്ചത്? ഈ ടി വി കാണുന്നതിന് നമ്മൾ എന്താണ് പറയുക? ടി വിയിൽ എന്തായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്? വാച്ച്. അപ്പോൾ ടി വി കാണുന്നതിന് എന്താണ് പറയുക? വാച്ച്. അതേപോലെ തന്നെ കീറിക്കളയുക എന്നുള്ളതിന് എന്താണ് പറയുക? എന്തിനായിരുന്നു നമ്മൾ കീറിക്കളഞ്ഞത്? ടയറിന്. അപ്പോൾ ടയർ എന്നുള്ളത് ടയർ ആക്കാം. അതേപോലെ തന്നെ ഉള്ളിക്ക്, ചെറിയ ഉള്ളിക്ക് നമ്മൾ എന്താണെന്ന് പറഞ്ഞത്? ചെറിയ ഉള്ളിക്ക് എന്താണ് പറയുക? ചെറിയ ഉള്ളി എന്തിലായിരുന്നു ഇട്ട് കൊണ്ടുവരുന്നത്? ഷാളിൽ. അപ്പോൾ ഷാളിൽ ഇട്ട് എന്നുള്ളതിന് ഷാലറ്റ് എന്നാക്കാം. അപ്പോൾ വലിയ ജീരകം എന്തിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്? ഫാനിൻ്റെ മുകളിൽ. അപ്പോൾ ഫാനിലായിരുന്നു അല്ലേ ജീരകം ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫാനിൽ എന്നുള്ളതിന് ഫെനലിനാക്കുക. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഫെനൽ സീഡ്. അപ്പോൾ ഇതുപോലത്തെ പല മെമ്മറി ട്രിക്സ് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ കൂടെ ഉൾപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. പ്രത്യേകം ഓർക്കുക, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ കൂടെ കേട്ടോ. അതും നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളായിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, അതേപോലെ തന്നെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സിലബസ് ആണ്, CBSE ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. CBSE സിലബസ് അല്ല, കേരള സിലബസിലാണ് ഞാൻ പഠിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യായിട്ടാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാനെടുത്ത വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആൾക്കാർ വന്നാൽ ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഈ കമൻറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അതേപോലെ തന്നെ കൊമൻറ്റ് എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്.
ഇത് രണ്ടിനും മിസ്റ്റേക്സ് ഒന്നുമില്ല. ഇത് ഓരോ ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ആണ്. അപ്പോൾ കമൻറ്റ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, മറ്റേത് കൊമൻറ്റ് അത് അമേരിക്കൻ ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതൊന്നും മറന്നു പോയിട്ടില്ലല്ലോ. ആദ്യം നമ്മൾ ഏതൊക്കെയായിരുന്നു പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കാൻ നമ്മൾ എന്താണ് പറയുക? Where you from? അപ്പോൾ സ്ഥലം എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? I'm from Cochin. അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ജോലി, ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? What you do for living. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ I'm a businessman. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറയുക? What are you doing? ഇതിൻ്റെ ആൻസർ ഇപ്പോൾ നിങ്ങൾ TV കാണുകയാണെങ്കിൽ എന്ത് പറയും? I'm watching TV. അതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. And one more thing, don't forget to practice daily. Believe in yourself and success will follow. Speak with confidence, grow with passion, and shine with brilliance. It's me, Angelina. Ta-ta, bye-bye.